ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യയുടെ പ്രതിനിധി സംഘം വിവിധ ലോകരാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു. സമാനമായ രീതിയിൽ പാകിസ്ഥാനും അവരുടെ പ്രതിനിധികളെ അയച്ചിരുന്നു. ബിലാവൽ ഭൂട്ടോ, മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിലാണ് പാക് സംഘം പോയത്. അതിൽ ബിലാവൽ ഭൂട്ടോ അമേരിക്കയിൽ നടത്തിയൊരു പ്രസക്തമായ പ്രസംഗമുണ്ട്. ഭീകരവാദത്തിനെതിരെ ഞങ്ങളുടെ രാജ്യവും നടപടിയെടുക്കുന്നുണ്ട്. താൻ വ്യക്തിപരമായി ഭീകരവാദത്തിൻ്റെ ഇരയാണ്. നമുക്കറിയാമല്ലോ, ബിലാവലിൻ്റെ അമ്മ ബേനസീർ ഭൂട്ടോ അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരു മുൻ പ്രധാനമന്ത്രിയാണ്. ഭീകരവാദികളാണ് അവരെ വധിച്ചത്. ആ തരത്തിലാണ് ബിലാവൽ ഭൂട്ടോ അന്ന് പ്രസംഗം നടത്തിയത്. എന്നാൽ അതേ രാജ്യത്ത് തന്നെ, അമേരിക്കയിൽ തന്നെ, നമ്മുടെ ശശി തരൂർ നല്ല ഒരു മറുപടിയും ഇതിന് നൽകിയിരുന്നു. അതായത്, നിങ്ങൾ വിഷപ്പാമ്പുകളെ വളർത്തുമെങ്കിൽ ആ പാമ്പ് അയൽവാസികളെ മാത്രം കടിക്കുമെന്ന് കരുതരുത്, അത് ചിലപ്പോൾ നിങ്ങളെ തന്നെ ആക്രമിച്ചെന്നിരിക്കും. വളരെ പ്രസക്തമായ ഒരു പ്രസംഗമാണ് ശശി തരൂർ ഈ കാര്യത്തിൽ നടത്തിയത്. അതായത്, ഭീകരവാദ പ്രസ്ഥാനങ്ങളെ നിങ്ങൾ പാലൂട്ടി വളർത്തുന്നുണ്ടെങ്കിൽ അത് അയൽ രാജ്യമായ ഇന്ത്യയെ മാത്രമല്ല, ഒരുപക്ഷെ അവർ നിങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞേക്കാം. അത് ആ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. കാര്യം, പാകിസ്ഥാനിൽ നിരവധി ഭീകരവാദ കേന്ദ്രങ്ങളുണ്ട്, ഭീകര പ്രസ്ഥാനങ്ങളുണ്ട്. അവരെല്ലായ്പ്പോഴും ഇന്ത്യയെ തന്നെ ആക്രമിക്കണമെന്നില്ല. ഒരു പക്ഷേ അവർ പാകിസ്ഥാനെതിരെയും തിരിയും. ആ പ്രസ്താവന അടിവരയിടുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ, അതായത് നമ്മുടെ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം, അവിടെയുള്ള വടക്കൻ വസിരിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു. സൈനിക വ്യൂഹത്തിന് ഇടയിലേക്ക് ഒരു സൂയിസൈഡ് ബോംബർ, സ്ഫോടക വസ്തുക്കളുമായിട്ട് കടന്നു കയറിയ ഒരു സൂയിസൈഡ് ബോംബർ പൊട്ടിത്തെറിച്ച് 13 സൈനികർ തൽക്ഷണം മരിച്ചു. ഏതാണ്ട് 10ഓളം സൈനികർക്ക് പരിക്കുണ്ട്. അതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. അതായത്, മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം. 19 സിവിലിയന്മാർക്ക്, സാധാരണക്കാർക്ക് ഈ അപകടത്തിൽ പരിക്കുമേറ്റിട്ടുണ്ട്. അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സ്ഫോടനത്തിൻ്റെ ആ ഒരു പ്രഹരശേഷിയിൽ സമീപത്തെ 2 വീടുകളുടെ മേൽക്കൂര അടർന്നു വീണു. ഈ അപകടത്തിൽ 6 കുട്ടികൾക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത 6 കുട്ടികൾക്ക് ഈ അപകടത്തിൽ പരിക്കേറ്റു. അപ്പോൾ ഇത് സംബന്ധിച്ച് പോലീസ്, അവിടുത്തെ സൈന്യം വ്യാപകമായ അന്വേഷണം എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഭീകരവാദ സംഘടന ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം അങ്ങ് ഏറ്റെടുക്കുകയാണ്. പാകിസ്ഥാൻ താലിബാൻ അഥവാ തെഹ്രീക്ക് താലിബാൻ എന്നറിയപ്പെടുന്ന ഭീകരവാദ സംഘടനയാണ് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് അഫ്ഗാനിസ്ഥാനിൽ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭീകരവാദ സംഘടനയാണ്. അവരാണ് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. അവരുടെ ഈ പറയുന്ന തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന ആ സംഘത്തിൻ്റെ ആത്മഹത്യാ സ്ക്വാഡുണ്ട്. ഇത്തരത്തിൽ ബോംബ് വെച്ച് സ്വയം പൊട്ടിത്തെറിച്ച് മറ്റുള്ളവരെ ഇല്ലാതാക്കുന്ന ആത്മഹത്യാ സ്ക്വാഡ്. അവരുടെ പേര് ഹാഫിസ് ഗുൽ ബഹാദൂർ എന്ന സംഘം. അതായത്, പാകിസ്ഥാനി താലിബാൻ്റെ ഈ പറയുന്ന ആ സംഘമാണ് ഇത്തരത്തിൽ സ്ഫോടനം നടത്തിയത്. അതായത്, ഈ 2021, അതായത് എന്തുകൊണ്ട് ഈ പാകിസ്ഥാനിൽ പാകിസ്ഥാൻ താലിബാൻ എന്ന് പറയുന്ന ഈ പറയുന്ന ഭീകരവാദ സംഘടന എന്തുകൊണ്ട് ഈ പാകിസ്ഥാനെ ആക്രമിക്കുന്നു എന്നുള്ളത് നമുക്കൊന്നറിയണമല്ലോ. അതായത്, 2021 നമ്മുടെ ഈ താലിബാനിൽ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം വന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു സംഘർഷം അവിടെ ഉടലെടുത്തത്. കാരണം, നമുക്കറിയാവുന്നതുപോലെ നേരത്തെ, അതായത് അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയപ്പോൾ താലിബാൻ സേനയിലെ പ്രമുഖർക്കും അവിടെ അഫ്ഗാനിസ്ഥാനിൽ അതുവരെ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ നടന്നിരുന്നവർക്ക് പോലും ഒരു അഭയകേന്ദ്രം ഒരുക്കിയ സ്ഥലമാണ് പാകിസ്ഥാൻ. അപ്പോൾ ആ തരത്തിൽ താലിബാനുമായി മികച്ച ഒരു ബന്ധം കാത്തുസൂക്ഷിച്ച രാജ്യമാണ് പാകിസ്ഥാൻ. താലിബാൻ അധികാരത്തിലെത്തിയപ്പോൾ അവർ അടിമത്വത്തിൽ നിന്നും മോചിതരായി എന്ന പ്രസ്താവന നടത്തിയ പ്രധാനമന്ത്രിയായിരുന്നു പാകിസ്ഥാനിലുണ്ടായിരുന്നത് നമ്മുടെ പഴയ ഇമ്രാൻഖാൻ. അപ്പോൾ അത്തരത്തിൽ താലിബാൻ ഭരണകൂടവുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന പാകിസ്ഥാന് ഇപ്പോൾ അത്ര കാര്യങ്ങൾ എളുപ്പമല്ല. താലിബാനുമായി അത്ര രസത്തിലല്ല പാകിസ്ഥാനുള്ളത്. അപ്പോൾ ഇപ്പോൾ താലിബാൻ ഭരണകൂടം ഈ പഴയ സായുധ പോരാട്ടമൊക്കെ അവസാനിച്ച് അവർ ഒരു സർക്കാർ രൂപീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പരിപാടികളുമായി മുമ്പോട്ട് പോവുകയാണ്. അവർക്കിപ്പോൾ പാകിസ്ഥാനെ പോലെ
ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കാൻ നേരമില്ല. എന്നാൽ ഇവരോട് പിണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പഴയ പോരാട്ടത്തിൻ്റെ മുറിവുകളുമായി കഴിയുന്ന ഒരു വിഭാഗം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട്. അത് ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖലയിലുള്ള ഈ തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന സംഘടനയുള്ളവരാണ്. അത് നേരത്തെ തന്നെ ഉള്ള ഒരു സായുധ പ്രസ്ഥാനമാണ്. അപ്പോൾ താലിബാൻ ഭരണകൂടം രൂപീകരിച്ചപ്പോഴും ഇപ്പുറത്തെ പാകിസ്ഥാൻ ഉള്ളപ്പോഴും ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇപ്പോഴും സായുധ പ്രവർത്തനവുമായി കഴിയുന്ന ഒരു സേനയാണിവർ. അതായത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വേർതിരിക്കുന്ന ഒരു അതിർത്തി രേഖയുണ്ട്. അതായത് 1947 കണക്കാക്കപ്പെട്ട ഒരു അതിർത്തി രേഖയാണ്. അപ്പോൾ ഇവിടെ ഏറിയ പങ്കും പാകിസ്ഥാൻ വേലികെട്ടി അടച്ച അവസ്ഥയിലാണ്. പാകിസ്ഥാൻ ഇത്തരത്തിൽ അതിർത്തി വേലികെട്ടി അടച്ചപ്പോൾ വംശീയമായി രണ്ട് ഭാഗത്തായി തെഹ്രീക്കെ താലിബാനെ പിന്തുണയ്ക്കുന്ന വിഭാഗം ജനവിഭാഗം വംശീയമായി രണ്ട് ഭാഗത്തായി വേർതിരിയപ്പെട്ടു. അതാണ് ഈ തെഹ്രീക്കെ താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണം. അപ്പോൾ അവരുടെ ആ ഒരു പ്രദേശം ഏകീകരിക്കപ്പെടണം എന്നുള്ള വാശിയിലാണ് പാകിസ്ഥാനുമായി നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലുള്ള നിലവിലെ സർക്കാരിനോട് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ ആ കാര്യത്തിനോട് നിഷേധ നിലപാടാണ് സ്വീകരിക്കുന്നത്. കാര്യം പാകിസ്ഥാനിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് തന്നെ പരിഹാരം ഉണ്ടാകണം, അഫ്ഗാനിസ്ഥാന് അല്ലെങ്കിൽ അഫ്ഗാൻ സർക്കാരിന് അതിന് ബാധ്യതയില്ല എന്ന നിലപാടാണ് അവരെടുക്കുന്നത്. പക്ഷേ നേരത്തെ അമേരിക്കയുടെ അധിനിവേശം നടന്ന സമയത്ത് അമേരിക്കൻ സർക്കാർ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു, അതായത് ഈ താലിബാൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കണം എന്നടക്കമുള്ള നിലപാടെടുത്തപ്പോൾ അപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാട് എന്താണോ അതാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ സർക്കാർ നിലവിൽ ഈ പറയുന്ന പാകിസ്ഥാൻ താലിബാൻ്റെ കാര്യത്തിലും എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ ഈ കാര്യത്തിലൊരു കൃത്യമായൊരു നടപടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്നാലും അതിർത്തി കടന്നുള്ള ചില സൈനിക നീക്കങ്ങൾ പാകിസ്ഥാൻ ഇവിടെ നടത്താറുണ്ട്. അതായത് ഈ അതിർത്തി മേഖലയിലുള്ള ഈ തെഹ്രീക്കെ താലിബാൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം അടക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ രണ്ട് കക്ഷികളും തമ്മിൽ നിരന്തര സംഘർഷം നിൽക്കുന്ന സ്ഥലമാണ്. ഏതാണ്ട് കഴിഞ്ഞ വർഷം ഈ വർഷം മാത്രം ഈ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ 290 പേർ, അതായത് സൈനികരടക്കം 290 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ഈ പാകിസ്ഥാൻ താലിബാൻ മാത്രമല്ല തലവേദനയായിട്ടുള്ളത്. അതായത് ബലൂജ് ലിബറേഷൻ ആർമി BLA എന്ന് പറയുന്ന സംഘടനയും പാകിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ തെക്കൻ വസിരിസ്ഥാനിൽ ഈ ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ മാർച്ചിൽ ബലൂജ് ലിബറേഷൻ ആർമി ജാഫർ എക്സ്പ്രസ് തട്ടിക്കൊണ്ടുപോവുകയും 21 പേർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 21 പേരിൽ 4 പേർ സൈനികരാണ്, ബാക്കിയുള്ളവർ സാധാരണക്കാരാണ്. അപ്പോൾ അത്തരത്തിലുമുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഈ തെഹ്രീക്കെ താലിബാനും അതായത് പാകിസ്ഥാൻ താലിബാനും പാകിസ്ഥാൻ സൈന്യവുമായിട്ടും സംഘർഷം നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഈ പറയുന്ന തെഹ്രീക്കെ താലിബാൻ്റെ 10 ഭീകരവാദികളെ വസിരിസ്ഥാനിൽ വെച്ച് പാകിസ്ഥാൻ സേനയും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരന്തര സംഘർഷങ്ങൾ നടക്കുന്നു. ഭീകരവാദികളും പാകിസ്ഥാൻ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഏതാണ്ട് ഈ ഗ്ലോബൽ ടെററിസം ഇൻഡെക്സ്, അതായത് ഈ ലോകത്ത് നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളുടെ സൂചിക, അതുപ്രകാരം 2025 പാകിസ്ഥാനിൽ ഏതാണ്ട് 45% ഭീകരവാദ പ്രവർത്തനങ്ങളുടെ വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഏതാണ്ട് 2023 748 പേരാണ് കൊല്ലപ്പെട്ടതെങ്കിൽ 2024 അത് 1081 ആയിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്നുകൂടി വരുന്നു. പാകിസ്ഥാനിൽ നിരവധി ഭീകര പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ ചിലരുടെ പേര് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഒന്ന് ഈ പറയുന്ന പോലെ തെഹ്രീക്കെ താലിബാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ താലിബാൻ, മറ്റൊന്ന് ബലൂജ് ലിബറേഷൻ ആർമി. ഇത് രണ്ടും പാകിസ്ഥാൻ സർക്കാരിനെതിരെ പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ പോരാടുന്ന രണ്ട് വിഭാഗങ്ങളാണ്. പിന്നെ ഉള്ളത് ഹക്കാനി നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഭീകര പ്രസ്ഥാനമാണ്. അതും ഈ താലിബാൻ അതിൻ്റെ ഒരു ഉപവിഭാഗമാണ്. ഇനിയുള്ളത് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദുമാണ്. ഇത് രണ്ടും ആഗോള ഭീകര പട്ടികയിൽ ഇടം പിടിച്ച വമ്പൻ ഭീകര പ്രസ്ഥാനങ്ങളാണ്. ഐക്യരാഷ്ട്രസഭയെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള രാജ്യങ്ങളാണ്. ഇവരുടെ പ്രധാന ഉദ്ദേശം കാശ്മീരിൻ്റെ വിമോചനമാണ്. ഇന്ത്യക്കെതിരെ ഉള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന പ്രമുഖരായ രണ്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങളാണ് ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദ്. ഇത് രണ്ടും പാകിസ്ഥാനിലുള്ളതാണ്. പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട്. പിന്നെയുള്ളത് അൽ ഖൈദയാണ്. അതായത് പഴയ ബിൻ ലാദൻ്റെ പ്രസ്ഥാനം. ഇത് ആഗോള ഭീകര സംഘടനയാണ്. അത് പാകിസ്ഥാനി മാത്രം
അവരുടെ പ്രവർത്തനം ഒതുങ്ങി നിൽക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാനിലും അവർക്ക് നിർണായക സ്വാധീനമുണ്ട്. പിന്നെ ഉള്ളത് IS ആണ്, ഇസ്ലാമിക് സ്റ്റേറ്റ്. അതും ഇതേപോലെ ആഗോള ഭീകര സ്വഭാവമുള്ളൊരു സംഘടനയാണ്. അവർക്കും പാകിസ്ഥാനിൽ ചില നെറ്റ്വർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് സിപ്പാഹ് സഹേദ എന്ന് പറയുന്ന ഒരു ഷിയ വിരുദ്ധ ഗ്രൂപ്പ്. അവിടെ ഈ മുസ്ലിം രാഷ്ട്രമായെങ്കിൽ കൂടി അവിടെ വംശീയമായ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഷിയ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് ഈ പറയുന്ന സിപ്പാഹ് സഹേദ. പിന്നെ ഉള്ളത് ഹർക്കത്തുൽ മുജാഹിദീൻ. അതും ഒരു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന, കാശ്മീർ വിമോചനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. പിന്നെ ഉള്ളത് അൽ ബദർ മുജാഹിദീൻ. അതും ഇതേപോലെ കാശ്മീരിൻ്റെ വിമോചനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്. അങ്ങനെ ഇനിയുമുണ്ട് ആ പട്ടിക. നീണ്ട ലിസ്റ്റാണ് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾ. അതിലിപ്പോൾ 2 സംഘടനകൾ നേരത്തെ അഭയവും പിന്തുണയും കൊടുത്തിരുന്ന പാകിസ്ഥാൻ അതായത് തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോൾ പാകിസ്ഥാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. അവിടെ ബലൂജ് ലിബറേഷൻ ആർമി പാകിസ്ഥാനെതിരെ അവരുടെ ബലൂജിൻ്റെ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി പ്രവർത്തിക്കും. അങ്ങനെ ഒരു കാലത്ത് പാകിസ്ഥാൻ്റെ വെള്ളവും വളവും വാങ്ങി ജീവിച്ച ഈ ഭീകര പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ, പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇനിയെങ്കിലും പാകിസ്ഥാനിലുള്ളവർക്ക്, പാകിസ്ഥാൻ ഭരണകൂടത്തിന് ബോധമുണ്ടാകട്ടെ. ഇത്തരം ഒരിക്കലും എപ്പോഴും ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾക്കെതിരെയോ കുതിര കയറാൻ വേണ്ടി മാത്രമല്ല, തങ്ങൾക്കെതിരെയും തിരിച്ചടിക്കുന്നൊരു കാലം സമീപകാലത്ത് തന്നെ ഉണ്ടാകും. ആ ഒരു ബോധം പാകിസ്ഥാൻ ഭരണകൂടത്തിനുണ്ടാകണം.